സർ, ടിവിയിൽ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മുൻ മിനിസ്റ്റർ ജേക്കബ് ജോൺ എന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇനി അവരാരെങ്കിലും ആണോ ഇതിന് പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ട്. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഒരു കംപ്ലൈന്റ് മെയിൽ ചെയ്തേക്കൂ. ഞാൻ വേണ്ടത് ചെയ്തോളാം. ശരി സർ, താങ്ക് യു. ഓക്കെ മാഡം. മോളെ കാണാതെ കാരണം യവനാ. ആളെ വിട്ടവൻ കൊച്ചിനെ മാറ്റിയതായിരിക്കും. പൃഥ്വി, കാര്യം അറിയാതെ ഓരോന്ന് വിളിച്ച് പറയരുത്. ഞങ്ങൾ വന്ന സമയത്താ ചേട്ടന് വന്നത്. അത് കഴിഞ്ഞാ മോളെ കാണാതായ കാര്യം അറിയുന്നത് തന്നെ. അതൊക്കെ ഇവന്റെ അടവല്ലേ? നിനക്കറിയാം, നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടോ. എന്റെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാ ഞാൻ പറയിക്കാം. ബാക്കിയെല്ലാം ഞാൻ സഹിക്കും. എന്റെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാ ഇത്രയും നാള് എന്നെ പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്റെ മോൾക്ക് വേണ്ടിയിട്ടാ. എന്നിട്ടിപ്പോ നീ എന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? നീ എന്തായി കാണിക്കുന്ന? സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറ. നീ ഈ സിറ്റുവേഷനിൽ ഇവനോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. വേണ്ട, നിന്റെ അറിവുള്ള രീതികളെ വെച്ച് എന്നെ അളക്കാൻ നിൽക്കണ്ട. നീ എന്താണെന്നും നിന്റെ പ്രവൃത്തി എന്താണെന്നും നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. എനിക്ക് എന്റെ മോളെ വേണം. ഇങ്ങനെ കിടന്ന് തമ്മി തല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ പോയി കണ്ടുപിടിച്ചോണ്ടാ. ആ താരയോട് പോയി ചോദിച്ചു നോക്ക്. അവൾക്ക് വേണ്ടത് കിട്ടാനേ ഇവൻ വഴിയൊരുക്കുകയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം താര ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചു കൊണ്ടുവരും. താര അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാ. അതെ, സഞ്ജയ് ചേട്ടനെ അവൾക്ക് നന്നായി അറിയാവുന്നതാ. ധോനിമോളെ എന്തെങ്കിലും ചെയ്താ പിന്നെ അവൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. ആ രീതിയിലാവും ചേട്ടൻ പ്രതികരിക്കാന്ന് അവൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വരും വരായക ചിന്തിച്ചല്ല മനുഷ്യൻ ഇഷ്ടമുള്ളത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് താര അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. പൊന്നുമേ, മോളെ നീ സമാധാനപ്പെട്. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ നമുക്കങ്ങനെ എടുത്തു പറയാൻ ഉള്ള ശത്രുക്കള് ആരാന്ന്? ചെറിയച്ചാ, എന്നോട് ഇപ്പൊ ഏറ്റവും ദേഷ്യമുള്ള ആള് രാജിവെച്ച് പുറത്തുപോയ മിനിസ്റ്റർ ജേക്കബ് ജോൺ ആയിരിക്കും. അതിന് സാധ്യതയുണ്ട്. അയാൾ നമ്മളെ വേദനിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കും, അതുറപ്പാ. മോളെ നീ ഒരു കാര്യം ചെയ്യ്, കമ്മീഷണർ വിളിക്ക്, സംസാരിക്കുക, പറയ, കാര്യം പറ.
കിരൺ ആ. വാ. ഹലോ ഹലോ സർ, ഞാൻ പൂർണിമയാണ് സംസാരിക്കുന്നത്, ഇന്ദ്ര ടിവിയിൽ നിന്ന്. ആ പറഞ്ഞോളൂ മാഡം. സർ, എന്റെ മോളെ സ്കൂളിൽ നിന്ന് കാണാതായിരിക്കാ സർ. മിസ്സിംഗ് ആയെന്നോ? ആ പരിസരത്തെല്ലായിടത്തും അന്വേഷിച്ചോ? എല്ലായിടത്തും തിരക്കി സർ, പക്ഷെ ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല സർ. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യണം സർ, പ്ലീസ്. നിങ്ങൾ ടെൻഷൻ ആവാതെ നമുക്ക് അന്വേഷിക്കാം. സർ, ടിവിയിൽ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മുൻ മിനിസ്റ്റർ ജേക്കബ് ജോൺ എന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇനി അവരാരെങ്കിലും ആണോ ഇതിന് പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ട്. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഒരു കംപ്ലൈന്റ് മെയിൽ ചെയ്തേക്കൂ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ശരി സർ, താങ്ക് യു. ആ ഓക്കെ മാഡം. അഖിൽ എന്തായി? സ്കൂളിന്റെ മുന്നിലുള്ള ക്യാമറയിലെ വിഷ്വൽസ് ഞങ്ങൾ റിക്കവർ ചെയ്തു, പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല. അവര് പിൻഭാഗത്തോടെയായിരിക്കും അകത്ത് കയറിയിട്ടുണ്ടാവുക. പൂർണിമേച്ചി മുൻമന്ത്രി ജേക്കബ് ജോണിന് ഡൗട്ട് പറയുന്നുണ്ട്. അയാൾക്കെതിരെ വാർത്ത കൊടുത്തത് ഇന്ദ്ര ടി വി ആണല്ലോ. അതിന്റെ പേരിലല്ലേ അയാൾ റിസൈൻ ചെയ്തത്. അയാൾക്ക് വൈരാഗ്യം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അയാൾ എന്തെങ്കിലും ചെയ്താ അത് അയാൾക്ക് തന്നെ പാരാവുമെന്ന് അയാൾക്കറിയില്ലേ? ദേഷ്യം വരുമ്പോ മനുഷ്യർ ചിലപ്പോ അതൊന്നും ഓർക്കില്ല. പക തീർക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. എന്തായാലും അയാളെ കുറിച്ചൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. ഞാൻ അയാളുടെ ലൊക്കേഷനും മൂവ്മെന്റ്സും ആക്ടിവിറ്റീസും ട്രേസ് ചെയ്യാം. ഓക്കെ. ഞാൻ ജോർജ് സാറിനെ വിളിച്ചൊന്ന് സംസാരിക്കാം. നമ്മൾ അന്വേഷിക്കുന്നത് മുൻമന്ത്രിയെ കുറിച്ചല്ലേ. ജോർജ് സാറിനോടൊന്ന് പറഞ്ഞു വെക്കുന്നതാ സേഫ്. ശരി. ജേഡിയാണല്ലോ. ഹലോ ജേഡി. സർ, പൂർണിമേച്ചയുടെ കുഞ്ഞിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കാം. വാട്ട്? ഞങ്ങൾ അതിന്റെ അന്വേഷണത്തിലാ. സ്കൂളിൽ നിന്നാ കുട്ടിയെ കാണാതായത്. ഓക്കെ, എന്തൊക്കെയാണ് ഫൈൻഡിങ്സ്? ഓക്കെ ജേഡി, ഞാനും ആ ജേക്കബിന്റെ ആക്ടിവിറ്റീസ് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ആ സർ, അതിന്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് വറി, അത് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓക്കെ സർ. ഓക്കെ ജേഡി. താരാ, ആ സഞ്ജയോ?